ഹലോ വെൽക്കം ടു ലേൺ ഈസി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ACS ആണ്, അതായത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഓർ ഹാർട്ട് അറ്റാക്ക് അല്ലേ. സോ അക്യൂട്ട് കൊറോണറി സിൻഡ്രോംസ് ലൈക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻസ് അല്ലേ, മയോകാർഡിയൽ ഇൻഫാക്ഷൻസ് ഇത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കാർഡിയാക് അറസ്റ്റ് അതായത് ഡെത്ത് അല്ലേ, എങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു വെരി കോമൺ കോസ് ഓഫ് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ പ്രീ അറസ്റ്റ് കണ്ടീഷൻ എന്ന് പറയാം. സോ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ടൈമാണ്. അതുകൊണ്ട് ടൈം ഡിലേ ആകും, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിലേ ആകുമ്പോൾ ഈ പേഷ്യൻറ്റ് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാം. ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷണലിലുള്ള ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, മെഡിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാനും വേണ്ടി ഉള്ളത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ പാരൻസിനും നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഓക്കെ. ഹൗ ടു ഐഡൻറ്റിഫൈ ദ സിംറ്റംസ് ഓഫ് ACS. എന്തൊക്കെയാണ് സിംറ്റംസ് കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ചോദ്യം. സിംറ്റംസ് യൂഷ്വലി കോമൺ ആയിട്ട് നമുക്ക് കാണാം ചെസ്റ്റ് പെയിൻ ആണ് അല്ലേ. ഇറ്റ്സ് ചെസ്റ്റ് പെയിൻ. ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റെഗുലർ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ ഒരു നോർമൽ ചെസ്റ്റ് പെയിൻ ആയിരിക്കില്ല. ഇറ്റ്സ് വെരി സ്ക്വീസിങ് അല്ലെങ്കിൽ ഒരു ക്രഷിങ് ടൈപ്പ് ചെസ്റ്റ് പെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രഷിങ് ടൈപ്പ് ചെസ്റ്റ് പെയിൻ ആയിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ റേഡിയേഷൻ ഉണ്ടാവും അല്ലെ, ഉണ്ടാകും. റേഡിയേഷൻ മീൻസ് ചെസ്റ്റ് പെയിൻ്റെ റേഡിയേറ്റ് ചെയ്യുന്ന ഏരിയകൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. റേഡിയേറ്റിംഗ് ടു ലെഫ്റ്റ് സൈഡ് ആം. നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ലെഫ്റ്റ് സൈഡ്, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഇതുപോലെയുള്ള ചെസ്റ്റ് പെയിൻ റേഡിയേഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നെക്കിലേക്ക് വരുന്നു അല്ലെ, നെക്ക് സൈഡിൽ ഇതുപോലെ റേഡിയേഷൻ കാണുന്നു. ഷോൾഡറിൽ നമുക്ക് പെയിൻ ഉണ്ടാവാം. ജോ അല്ലേ, നമ്മുടെ താടി ഭാഗത്ത് ഇതുപോലെ പെയിൻ ഉണ്ടാവാം. ആൻഡ് ഓൾസോ ബാക്ക് സൈഡ്. ഒന്നാമത്തെ ഒരു സിംറ്റംസ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. സോ റേഡിയേറ്റിംഗ് പെയിൻ, ചെസ്റ്റ് പെയിൻ. ഓക്കെ, ചെസ്റ്റ് പെയിൻ. ഓക്കെ. അതുകൊണ്ട് തന്നെ അടുത്തൊരു പോയിന്റ് ഇവിടെ പറയാനുള്ളത്, യൂഷ്വലി ഈ ഒരു സിംറ്റംസ് നമുക്ക് MI വരുന്ന അല്ലെങ്കിൽ ACS വരുമ്പോൾ മിക്കവാറും ആളുകൾ അതൊരു ഗ്യാസ്ട്രിക് പെയിൻ ആയിട്ട് അല്ലെങ്കിൽ വയറുവേദന പോലെയുള്ള ഗ്യാസ്ട്രിക് പെയിൻ ആയിട്ട് അതിനെ മിസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു സിംറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകാം. ഗ്യാസ്ട്രിക് ഇപ്പോൾ ഇതൊരു വയറുവേദനയാണ് എന്ന രീതിയിൽ നമ്മളതിനെ ശ്രദ്ധിക്കാതെ പോകുന്നു. ഈ കണ്ടീഷനിൽ നമ്മൾ നോർമലി ഒന്ന് റെസ്റ്റ് എടുക്കാം, കടൽ മരുന്നുകളൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്താൽ വയറുവേദന പോകും, ഫുഡ് കഴിച്ചതിൻ്റെയാണ് എന്നുള്ള കണ്ടീഷനിൽ നമ്മളിതിനെ കണ്ടുപിടിക്കാതെ പോകുന്നു. ഈ കേസിൽ വളരെ പെട്ടെന്ന്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വളരെ പെട്ടെന്ന് ഈ പേഷ്യൻ്റ് മരണത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ പോലും എത്താതെ പേഷ്യൻ്റ് മരണത്തിലേക്ക് പോകാം. അതല്ല, വേൾഡ് വൈഡ് പ്രീ ഹോസ്പിറ്റൽ കാർഡിയാക് അറസ്റ്റ് ഈസ് വെരി കോമൺ ബിക്കോസ് ഓഫ് ACS എന്നുള്ളതാണ്. ഓക്കെ, ACS ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം വീക്ക്നെസ് ഉണ്ടാവും. ഓക്കെ, വീക്ക്നെസ് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് വളരെ വീക്കായിരിക്കും പേഷ്യൻ്റ്. അതുപോലെ തന്നെ ചെസ്റ്റ് പെയിനോടൊപ്പം നിങ്ങൾക്ക് സ്വെറ്റിംഗ് കാണാം. ഓക്കെ, സിവിയർ സ്വെറ്റിംഗ്, ചെസ്റ്റ് പെയിൻ വിത്ത് സിവിയർ സ്വെറ്റിംഗ് ഉണ്ടാവുന്നു. അതുപോലെ രണ്ട് തരത്തിൽ ഈ ഒരു പെയിനിനെ മിക്കവാറും പേഷ്യൻസ് പറയുകയാണ്. ഒന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോഴോ, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴോ, നടക്കുമ്പോഴോ, സ്റ്റെയർ കേസ് കയറുമ്പോഴോ ഒക്കെയുള്ള കേസാണ് ഒന്ന് പറയാറുള്ളത്. അങ്ങനെയുള്ള വർക്ക് ചെയ്യുമ്പോൾ മാത്രം ചെസ്റ്റ് പെയിൻ എടുക്കുന്നു. നമ്മളതിനെ സ്റ്റേബിൾ ആൻജൈന എന്ന് കൺസിഡർ ചെയ്യുക അല്ലെ, സ്റ്റേബിൾ ആൻജൈന എന്ന് പറയും. ഇനി അടുത്തൊരു കണ്ടീഷൻ അൺസ്റ്റേബിൾ ആൻജൈനയാണ്, അതായത് പെയിൻ ഒരിക്കലും കുറയുന്നില്ല, കണ്ടിന്യൂസ് ചെസ്റ്റ് പെയിൻ ആണ് എന്നുള്ള കണ്ടീഷനാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് ഇൻ ACS. ഓക്കെ, ഈ ഹാർട്ടിൽ ഇതുപോലെയുള്ള ആർട്ടറീസ് ഉണ്ട് അല്ലെ, ഹാർട്ടിൻ്റെ മസിൽ ലെയറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നടക്കുന്നത് ഇതുപോലെയുള്ള കൊറോണറി ആർട്ടറീസിലൂടെയാണ്. ദർ ഈസ് എ റൈറ്റ് കൊറോണറി ആർട്ടറി ലൈക്ക് ദിസ് അല്ലെ, റൈറ്റ് കൊറോണറി ആർട്ടറി, ലെഫ്റ്റ് മെയിൻ കൊറോണറി ആർട്ടറി ഉണ്ട്. നമ്മുടെ അയോട്ടയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് അയോട്ട അല്ലെ, ഇതാണ് അയോട്ടയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു കൊറോണറി ആർട്ടറിയിലൂടെയാണ് നമ്മൾ ബ്ലഡ് സപ്ലൈ, അതായത് ഹാർട്ടിൻ്റെ വാളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നടക്കുന്നത്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു ആർട്ടറിയിൽ ഈ ഒരു ഇമേജിൽ കാണിക്കുന്നത് പോലെ ഈ ഒരു ആർട്ടറിയിൽ ഇതുപോലെ ബ്ലോക്ക് അല്ലെങ്കിൽ ഒക്ലൂഷൻസ്, പ്ലേഗ് അല്ലെങ്കിൽ ഒരു ത്രോംബസ് ഫോർമേഷൻ സംഭവിക്കുന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ആർട്ടറി, ദീസ് ഏരിയസ് ടോട്ടലി ബ്ലോക്ക്ഡ്. ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈ തീർത്ത് നിന്ന് പോകുന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ നിന്ന് പോകുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു ആർട്ടറി, ഇതുപോലെയുള്ള ഇവിടെ ഒരു ആർട്ടറി നമുക്ക് ബ്ലോക്ക് സംഭവിച്ചാൽ ഇങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. സോ ബ്ലഡ് സപ്ലൈ നിന്ന് പോയാൽ നമുക്കറിയാം നെക്രോസിസ് സ്റ്റാർട്ട്. ഇവിടെയുള്ള മസിൽസ് എല്ലാം തന്നെ ഡെത്ത് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഡെത്ത് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഇതാണ്, ഇറ്റ് വിൽ അഫക്ട് ദ കൺട്രാക്ഷൻ, ഹാർട്ടിൻ്റെ കൺട്രാക്ഷൻ അഫക്റ്റ് ചെയ്യുന്നു. കണ്ടക്ടിങ് സിസ്റ്റത്തിന് ഇത് ഡിസ്റ്റർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. കണ്ടക്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം SA നോഡ്, AV നോഡ് ഉണ്ട് അല്ലേ. SA നോഡിൽ നിന്ന് AV നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്ത്
അല്ലേ? ഇതാണ് ഈ ഹാർട്ട് കോൺട്രാക്ഷനെ സഹായിക്കുന്നത് അല്ലേ? സോ ഈ ഒരു ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സ്റ്റാർട്ട് ചെയ്ത് അത് വെൻട്രിക്കിലൂടെയുള്ള ട്രാവലിനെ അത് എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നോർമൽ കണ്ടക്ഷന് പകരം ഹാർട്ട് സ്റ്റാർട്ടിങ് ഫിബ്രിലേഷൻ അല്ലേ, ഒരു വെൻട്രിക്കുലാർ ബീറ്റ്സ്, വെൻട്രിക്കിളിൻ്റെ പലയിടത്തു നിന്ന് ഇലക്ട്രിക്കൽ ബീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും ഹോൾ ദ ഹാർട്ട് ഗെറ്റിംഗ് ഫിബ്രിലേഷൻ. നമുക്കറിയാം അക്യൂട്ട് കോർണറി സിൻഡ്രോം ഉള്ള ഒരു പേഷ്യൻ്റ് ഉടനെ കാർഡിയാക് അറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഫ് ഹീസ് ഇൻ മോണിറ്റർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോമൺ ആയിട്ടും കാണാൻ സാധ്യതയുള്ള ഇതുപോലെയുള്ള ഷിവറിങ്, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ ടക്കിക്കാർഡിയ പോലെയുള്ള റിതംസ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആർട്ടറി ഈസ് ഗെറ്റിംഗ് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ദ കണ്ടക്ടിങ് സിസ്റ്റം. സോ കണ്ടക്ടിങ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു. സോ പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ കാർഡിയാക് അറസ്റ്റ്, എനി ടൈം ദിസ് വിൽ ഹാപ്പൻ. അതുകൊണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. ടൈം ഈസ് ലൈഫ് എന്ന് പറയാം. കണ്ടക്ടിങ് സിസ്റ്റത്തെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. നോക്കൂ, ഇവിടെ ഈ ഒരു ഇമേജ് നമ്മൾ കാണുന്നത് ഒരു നെടുകെ ചിതിച്ചൊരു ഭാഗമാണ്. സോ ഈ കാണിക്കുന്ന ബ്ലഡ് സപ്ലൈ ആണ്. സോ ഇതുപോലെ ബ്ലഡ് സപ്ലൈ നോർമലി നമ്മുടെ ആർട്ടറിയിലൂടെ ബ്ലഡ് സപ്ലൈ നടക്കുന്നു അല്ലേ. സോ നമുക്ക് എന്തെങ്കിലും ഒരു കോമ്പസ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കൂ, ഇവിടെ ഈ വരച്ചിരിക്കുന്നത് ഫാറ്റ് ഡെപ്പോസിഷനാണ്. നമുക്ക് ഇതൊരു ഫാറ്റ് ഡെപ്പോസിഷനാണ്. നമ്മുടെ ആർട്ടറിയുടെ വോളിൽ അല്ലേ, അകത്തെ വോളിൽ ഇതുപോലെയുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നു. ഇത് നമ്മുടെ ലൈഫ് ഹാബിറ്റ് മൂലമാവാം അല്ല. യൂഷ്വലി നമുക്കറിയാം എക്സസൈസ് ഒക്കെ കുറയുന്നതോറും നമുക്കറിയാം ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുകയും നമ്മുടെ ആർട്ടറിയിലൊക്കെ ഇതുപോലെ അല്ലേ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നു. സോ ഇവിടെ ഈ ഒരു ആർട്ടറിയിലെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആർട്ടറി ബ്ലോക്ക് സംഭവിച്ചിട്ടില്ല അല്ലേ. ഇതിലെ ബ്ലഡ് സപ്ലൈ നടക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ചെറിയൊരു പ്ലേക്ക് ഫോർമേഷൻ മാത്രമാണ് സംഭവിച്ചിരുന്നത്. സോ യൂഷ്വലി പേഷ്യൻറ്റ് കംപ്ലൈൻറ്റുകളൊന്നും കാണില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നോക്കൂ, ഇവിടെ സംഭവിച്ചത് ഈ ഒരു ബ്ലോക്ക് കുറച്ചുകൂടെ കൂടി അല്ലേ, ഈ ഒരു കൂടുതൽ ഫാറ്റ് ഡെപ്പോസിഷൻ സംഭവിച്ചിരിക്കുന്നു. സോ ഇങ്ങനെയുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി വന്ന് പക്ഷേ ബ്ലഡ് സപ്ലൈ നടക്കുന്നുണ്ട് അല്ലേ, പക്ഷേ ഈ കേസിൽ ചിലപ്പോൾ പേഷ്യൻറ്റിന് ചെസ്റ്റ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻജീന, അതായത് സ്റ്റേബിൾ ആൻജീന ആയിരിക്കും ഈ ഒരു കേസിൽ സംഭവിക്കുന്നത്. സ്റ്റേബിൾ ആൻജീന, അതായത് ബ്ലഡ് സപ്ലൈക്ക് വേറെ പ്രോബ്ലം, ബ്ലഡ് സപ്ലൈ നടക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻറ്റിന് യൂഷ്വലി കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പേഷ്യൻ്റ് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നു, പക്ഷേ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ ഈ പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ കുറയുകയും ചെയ്യും. സോ നമ്മളതിനെ സ്റ്റേബിൾ ആൻജീന എന്ന് പറയും. സ്റ്റേബിൾ ആൻജീന. ഓക്കെ. ഇനി അടുത്ത അതേ ആർട്ടറിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇവിടെ ദ ഹോൾ ആർട്ടറീസ് ഗെറ്റ് അല്ലേ, മുഴുവൻ ആർട്ടറിയും ഇതുപോലെ ഒക്ലൂഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ടോട്ടൽ ആർട്ടറി ഈസ് ഗെറ്റിംഗ് ഒക്ലൂഡഡ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോഴും ബ്ലഡ് സപ്ലൈ അല്ലേ, ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ആർട്ടറിയിലൂടെ. സോ ബ്ലഡ് സപ്ലൈ കൂടി കഴിയുമ്പോൾ നോക്കൂ, ഈ ഒരു ഒക്ലൂഷനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ. ബ്രേക്ക് ആയി കഴിയുമ്പോൾ സംഭവിക്കുക അടുത്ത നിമിഷം മുതൽ നമ്മുടെ ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് അല്ലേ, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലേ. ഈ റപ്ചറായ ഭാഗം റീപാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് എവിടെയെങ്കിലും കയ്യിലൊക്കെ മുറിവ് സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ പ്ലേറ്റ്ലെറ്റുകളെല്ലാം കൂടി ചേർന്ന് ബ്ലീഡിങ് നിർത്തുകയാണ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നു. ഈ ആർട്ടറിനകത്ത് ഇതുപോലുള്ള ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ പ്ലേഗ് റപ്ചർ ആവുന്ന ഈ റപ്ചറായ ഭാഗത്തെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നത് ടോട്ടൽ ഹോൾ ആർട്ടറി ഈസ് ഗെറ്റിംഗ് ബ്ലോക്ക്ഡ് അല്ലേ. ഈ ഒരു ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതുപോലും ടോട്ടലായിട്ട് ഇത് ബ്ലോക്ക് അല്ലെങ്കിൽ ഒക്ലൂഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു ഇമേജിൽ നോക്കാം, നമ്മുടെ ഈ ആർട്ടറി ടോട്ടലായിട്ട് അത് ബ്ലോക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ടോട്ടൽ ആർട്ടറി ഈസ് ബ്ലോക്ക്ഡ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് സപ്ലൈ നടക്കുന്നില്ല, ബ്ലഡ് സപ്ലൈ സ്റ്റോപ്സ്. ഈ കണ്ടീഷനിൽ സംഭവിക്കുന്നത് പേഷ്യൻറ്റിന് കണ്ടിന്യൂസ് ചെസ്റ്റ് പെയിൻ സ്റ്റാർട്ട്സ്. കണ്ടിന്യൂസ് ചെസ്റ്റ് പെയിൻ എടുക്കുന്നു, കുറച്ച് റെസ്റ്റ് എടുത്താലും മാറുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്ക്വീസിങ് ടൈപ്പ് റേഡിയേറ്റിംഗ് ചെസ്റ്റ് പെയിൻ ആയിരിക്കും. സിവിയർ സ്വെറ്റിംഗ് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും പേഷ്യൻറ്റിന് അല്ലേ. സോ ഇതിന് നമ്മൾ അൺസ്റ്റേബിൾ ആൻജീന എന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ ആൻജീന. ഈ ഒരു ഇമേജിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണാൻ നോക്കൂ. ഇത് ഒന്നാമത്തെ ആർട്ടറിയിലെ ആദ്യത്തെ കണ്ടീഷനാണ്. ഈ ബിഗിനിങ് സ്റ്റേജ് ആണെന്ന് പറയാം. ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നു അല്ലേ. ഫാറ്റ് ഡെപ്പോസിഷൻ വന്നു കഴിയുമ്പോൾ യൂഷ്വലി ഒന്നും സംഭവിക്കുന്നില്ല. അത് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി വരുമ്പോൾ ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് ബ്ലഡ് സർക്കുലേഷൻ അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഈ ആർട്ടറിയിൽ ബ്ലഡ് ഒഴുകുകയാണ് അല്ലേ, അത് ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറിയൊരു റപ്ചർ സംഭവിക്കുന്നു. റപ്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് തന്നെ ക്ലോട്ട് ഫോർമേഷൻ വരുന്നു, അതായത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വരുന്നു. സോ ഈ ഒരു പ്ലേഗിന് അത് ഈ ക്ലോട്ട് റപ്ചർ ഏരിയ അത് കവർ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കൂടുതലാവുകയും ടോട്ടൽ ആർട്ടറി ഇതുപോലെ
ബ്ലോക്ക് ആകുകയും ചെയ്യുന്നു. സോ നമുക്കറിയാം ബ്ലഡ് സപ്ലൈ സ്റ്റോപ്സ്. ഓക്കെ, സോ അടുത്ത് നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അക്യൂട്ട് കോർണറി സിൻഡ്രോംസിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഒന്ന് സ്മോക്കിംഗ് ആണ് അല്ലേ. സ്മോക്കിങ്ങിൽ സംഭവിക്കുന്നത് നിക്കോട്ടിൻ അല്ലേ, നിക്കോട്ടിൻ ആണ് സ്മോക്കിങ്ങിൽ ഉള്ളത്. ഇത് നമ്മൾ ബ്ലഡ് സപ്ലൈയിൽ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷനിൽ കലരുകയും ഈ നിക്കോട്ടിൻ നമ്മുടെ കൊറോണറി നമ്മുടെ ആർട്ടറിയിലെ അകത്തുള്ള ഇന്നർ ലെയറിനെ അത് എഫക്റ്റ് ചെയ്യുകയും കൊറോണറി ആർട്ടറിയെ നശിപ്പിക്കുകയും ഈ നദിയിലെല്ലാം തന്നെ ഫൈബ്രിൻ അഗ്രിഗേഷൻ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ വരികയും ടോട്ടൽ ആർട്ടറി ബ്ലോക്ക് ബ്ലഡ് സപ്ലൈ നിന്ന് പോവുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ആൽക്കഹോളിസമാണ്. ഓക്കെ, ആൽക്കഹോൾ ഓൾസോ വിൽ കോസ് ACS. മൂന്നാമത് ഉള്ളത് നമ്മുടെ ഹാബിറ്റ്സ് ആണെന്ന് പറയാം. ഓക്കെ, ഹാബിറ്റ്സ് മീൻസ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അല്ലേ. ഫുഡ് ഹാബിറ്റ്സ് ഒരു ശരിയായ രീതിയിലല്ലാത്ത ഫുഡ് ഹാബിറ്റ്സ്, മോർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റി ഫുഡുകൾ കഴിക്കുന്നു അല്ലേ, കൂടുതൽ ഓയിലുകൾ യൂസ് ചെയ്യുന്നു. അതുപോലത്തെയുള്ള നമ്മുടെ പുവർ എക്സസൈസ് അല്ലേ, കൃത്യമായിട്ട് നമുക്ക് ബോഡിയിൽ എക്സസൈസ് ഇല്ലാത്തത് കാരണം, വ്യായാമം ഇല്ലാത്തത് കാരണവും കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനും ഇത് ക്രമേണ കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പിന്നെ അറിയാവുന്നൊരു റിസ്ക് ഫാക്ടർ എന്നുള്ളത് ജനറ്റിക് ഫാക്ടറുകളാണ്. ലൈക്ക് നമ്മുടെ പാരൻസിന് ഈ ഒരു ACS അതുപോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കും വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. സോ ജനറ്റിക് ഫാക്ടർ ഓൾസോ. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ ഈ പേഷ്യൻ്റ് എങ്ങനെയാണ് പോകുക, എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം ടൈം ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ, കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ഡിലേ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. സോ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് മുമ്പേ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റ്. സോ ഒന്ന് പ്രീ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രീ ഹോസ്പിറ്റൽ മെഡിക്കേഷനിലായിട്ട് നമുക്ക് പ്രൈമറി ഡ്രഗ്സിൽ ആസ്പിരിൻ ടാബ്ലറ്റ് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നോൺ എൻട്രി കോഡഡ് ടാബ്ലറ്റ് ആണ് ഇത്, ആസ്പിരിൻ. ഓക്കെ, സോ നമുക്ക് പ്രിഫർ ചെയ്യാവുന്നത് ഒരു 160 to 325 milligram നോൺ എൻട്രി കോഡഡ് ടാബ്ലറ്റ് ആസ്പിരിൻ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ്. പേഷ്യൻറ്റിനോട് ചവച്ച് കഴിക്കാൻ പറയും. ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ്പിരിൻ ടാബ്ലറ്റ് പ്രിഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യൻ്റ് ആസ്പിരിൻ അലർജീസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. അതല്ലെങ്കിൽ എന്തെങ്കിലും റീസെൻ്റ് ആയിട്ട് ഗ്യാസ്ട്രിക് ബ്ലീഡിങ് അല്ലേ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിങ് എന്തെങ്കിലും അല്ലേ ഉണ്ടായിട്ടുണ്ടോ, GI ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം, ഇതില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് ആസ്പിരിൻ സജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് നൈട്രോഗ്ലിസറിൻ ആണ്. ഓക്കെ, നൈട്രോഗ്ലിസറിൻ സ്പ്രേ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, നൈട്രോഗ്ലിസറിൻ സ്പ്രേ ഓർ നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ്. നമുക്കിത് ഒരു മാക്സിമം 3 doses. ഓക്കെ, 3 doses യു ക്യാൻ ട്രൈ. 3 doses നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഒരു 3 to 5 minutes നിങ്ങൾക്ക് നൈട്രോഗ്ലിസറിൻ ടാബ്ലറ്റ് അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്യാം. ഇത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ഗൈഡ് ലൈൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഇതില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, നൈട്രോഗ്ലിസറിൻ കൊടുക്കുമ്പോൾ കോൺട്രാ ഇൻഡിക്കേഷൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് ഹൈപ്പോടെൻഷൻ ആണ്. ഹൈപ്പോടെൻസീവ് കേസ് ഉള്ള ഹൈപ്പോടെൻസീവ് പേഷ്യൻ്റ് ആണെങ്കിൽ ഡോണ്ട് ഗീവ് നൈട്രോഗ്ലിസറിൻ. ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ ബ്രാഡികാർഡിയ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ നൈട്രോഗ്ലിസറിൻ പ്രിഫർ ചെയ്യാതിരിക്കുക. 3 റൈറ്റ് വെൻട്രിക്കുലർ ഇൻഫെക്ഷൻ ഉള്ള കണ്ടീഷൻസ്. ഓക്കെ, യൂഷ്വലി ഇൻഫീരിയർ വോൾ MI ആണ് പേഷ്യൻ്റ് ഉള്ളത്. നമുക്ക് 12 ECG എടുത്താൽ ഐഡൻറ്റിഫൈ ചെയ്ത്. സോ റൈറ്റ് വെൻട്രിക്കുലർ ഇൻഫെക്ഷൻ ഉള്ള കണ്ടീഷനിൽ നിങ്ങൾ നൈട്രോഗ്ലിസറിൻ പ്രിഫർ ചെയ്യാതിരിക്കുക. 4th ഫോസോഡയസ്ട്രേസ് ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻസ്, അതായത് ഇറക്ടൈൽ ഡിസ്ട്രക്ഷനൊക്കെ യൂസ് ചെയ്യാറുള്ള മെഡിസിൻസ് ഉണ്ടല്ലോ അല്ലേ, ഇത് ഒരു ഫോസ്ഫോഡയസ്ട്രേസ് ഇൻഹിബിറ്റേഴ്സ് യൂസ് ചെയ്ത പേഷ്യൻ്റ് ഒരു 24 to 48 hours ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൈട്രോഗ്ലിസറിൻ നമുക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. അടുത്തത് ഇനി നമ്മൾ ആസ്പിരിൻ പ്രിഫർ ചെയ്തു അല്ലേ. അടുത്തത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ നൈട്രോഗ്ലിസറിൻ കൊടുക്കുന്നു. ഇനി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാം അല്ലേ, O2 SpO2 സാച്ചുറേഷൻ നമുക്ക് നോക്കാം. സാച്ചുറേഷൻ നോക്കിയിട്ട് പേഷ്യൻ്റ് സാച്ചുറേഷൻ ഒരു 90 കുറവാണെങ്കിൽ we can consider oxygen as well. O2 also we can start oxygen. Okay, so ഇതെല്ലാം നമ്മൾ കൊടുത്തു. We started aspirin, we started nitroglycerin, we started oxygen. Still പേഷ്യൻറ്റിന് നമ്മൾ ചെസ്റ്റ് പെയിൻ കംപ്ലൈൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 4ാമതായിട്ട് അനാൽജസിക്സ്. ഓക്കെ, അനാൽജസിക്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ദിസ് മോർഫിൻ യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം മോർഫിൻ പോലെയുള്ള ഓപ്പിയോയിഡ്സ് അല്ലെങ്കിൽ അനാൽജസിക്സിലേക്ക് പോവുക എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക.
ഓക്കെ, അടുത്തതായിട്ട് ചെറിയ നമ്മൾ 12 ലീഡ് ഇ സി ജി അല്ലേ, 12 ലീഡ് ഇ സി ജി എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു MI മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷനായിട്ട് നമുക്ക് 12 ലീഡ് ഇ സി ജി പ്രിഫർ ചെയ്യും. 12 ലീഡ് ഇ സി ജിയിൽ ഒന്നാമത് കാണിച്ചിരിക്കുന്നത് ഒരു നോർമൽ ഇ സി ജി ആണ്. യൂഷ്വലി ST സെഗ്മെൻറ്റിലാണ് നമുക്ക് ചേഞ്ചസ് വരുന്നത്. സോ ഈ ഒരു കേസ് ഇതാണ് നമ്മുടെ ST സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ല, ഈ ഒരു ST സെഗ്മെൻറ്റ് നോർമൽ ഐസോ ഇലക്ട്രിക് ലൈനിലാണോ എന്ന് നോക്കുക. അതല്ല, ഈ രണ്ടാമത്തെ ഇ സി ജി ശ്രദ്ധിക്കുക. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ST സെഗ്മെൻറ്റ് ഈ ഒരു ഐസോ ഇലക്ട്രിക് ലൈനിൽ നിന്നും എലിവേറ്റഡ് ആയി എന്നുള്ളതാണ്, എലിവേഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് അക്യൂട്ട് കേസസ് ആണ്. അക്യൂട്ട് MI തുടങ്ങി ഫസ്റ്റ് മിനിറ്റ്സിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ST സെഗ്മെൻറ്റ് എലിവേഷൻ കാണാൻ കഴിയുന്നുള്ളതാണ്. ഇനി വിത്തിൻ അവേഴ്സിൽ അവേഴ്സിൽ നിങ്ങൾക്ക് മൂന്നാമത് കാണുന്നത് പോലെ ST എലിവേഷൻ ഉണ്ടാകുന്നു. കൂടെ ക്യൂ വേവ് ബിഗിൻസ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്യൂ വേവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഒരു വിത്തിൻ ഡേയ്സ് നമ്മൾ അഞ്ചിനെ തുടങ്ങി ചെസ്റ്റ് പെയിൻ തുടങ്ങി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല, നമ്മൾ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇ സി ജി എടുത്തതെങ്കിൽ നമുക്കതിൽ ടി വേവ് ഇൻവേഷനിലേക്ക് പോയിട്ടുണ്ടാക്കണം. ഈ ഒരു ടി വേവ് ഇൻവേഷൻ സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ക്യൂ വേവ് വെരി ഡീപ്പറായിട്ട് നോക്കൂ, ആദ്യത്തെ കാണുന്നതിനേക്കാൾ ഡീപ്പർ ക്യൂ വേവ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി കുറച്ച് ഡേയ്സ് കഴിഞ്ഞു പേഷ്യൻ്റ് വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല, അറസ്റ്റിലേക്ക് പോയില്ല, ഒരു മൈനർ അറ്റാക്ക് ആയിരുന്നു എന്നുള്ള കണ്ടീഷനൊക്കെയാണ് വന്നിരുന്നതെങ്കിൽ നമുക്കിതുപോലെ ST നോർമലൈസ്, അതായത് ST സെഗ്മെൻറ്റ് വീണ്ടും തിരിച്ച് നോർമലായിട്ട് വരുന്നു. പക്ഷേ ടി വേവ് ഇൻവേർഷൻസ് ആയിട്ടുണ്ടാവും. ST നോർമലായിട്ട് വരാം. അതുപോലെ തന്നെ ക്യൂ വേവ് നമുക്ക് ഓൾറെഡി വന്നതുപോലെ തന്നെ ഉണ്ടാവും. ഇനി വീക്സ് ലേറ്ററാണ് നിങ്ങൾ അതിൽ പോസ്റ്റ് MI സ്റ്റാറ്റസ് വൃത്തമായിട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്യൂ വേവിലാണ്. ക്യൂ വേവിൽ പെർസിസ്റ്റ്. പിന്നെയുള്ള നിങ്ങൾ ഇ സി ജി എടുക്കുമ്പോഴെല്ലാം തന്നെ പേഷ്യൻ്റ് ക്യൂ വേവ് കാണാം. സോ നമ്മൾ ഇതൊരു പോസ്റ്റ് MI സ്റ്റാറ്റസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ യൂഷ്വലി ഇ സി ജിയിൽ നമുക്ക് ST സെഗ്മെൻറ്റ് ചേഞ്ചസ്, അതായത് ST സെഗ്മെൻറ്റ് എലിവേഷൻ ഇതിൽ കാണുന്നത് പോലെ ഇഫ് ഇറ്റ് ഈസ് ദെയർ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ദ മാനേജ്മെൻറ്റ്. ഓക്കെ, എന്താണ് ഈ ഒരു അക്യൂട്ട് കൊറോണറി സിൻഡ്രോം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ഈ ഒരു ഇമേജ് നോക്കാം. ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ആർട്ടറി ടോട്ടലി ബ്ലോക്ക് ആയിരുന്നു. നമ്മളിതിലേക്ക് ഒരു ബലൂൺ അല്ലെങ്കിൽ സ്റ്റെൻഡ് ഇൻസേർട്ട് ചെയ്യുന്നു, അല്ലേ, നമ്മളിതിനെ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ PCI പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയാം. സ്റ്റെൻഡ് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനകത്തുള്ള ബലൂൺ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്ത് ഈ ഒരു മെറ്റാലിക് സ്റ്റെൻഡിനെ അവിടെ പെർമനൻ്റ് ആയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പോൾ സംഭവിക്കുന്നത് അതുവരെ ബ്ലോക്ക് ആയിരുന്ന ഈ ഒരു ആർട്ടറി ഇപ്പോൾ എന്ന് സംഭവിച്ചു, അത് ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് നമ്മുടെ റീപെർഫ്യൂഷൻ തെറാപ്പി. കൊറോണറി ആർട്ടറി റീപെർഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് PCI. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ ഈ മെഡിക്കേഷൻ, നമുക്ക് ഫൈബ്രിനോലൈസിസ്, അതായത് മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ക്ലോട്ടിനെ റപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്ലോട്ട് ലൈക്ക് ത്രോംബലൈറ്റിക് ഡ്രഗ്സ് അവൈലബിൾ ആണ്. ഓക്കെ, തുടക്കത്തിലേ പറഞ്ഞു ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻ്റ് എത്തി, അവിടെ നമ്മുടെ അസസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ PCI സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 90 മിനിറ്റ്സിൽ നമ്മൾ ഈ പേഷ്യൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കണം, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, 90 മിനിറ്റ്സ്. ഇനി അതുപോലെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി അല്ല, ഫൈബ്രിനോലൈസിസ് അല്ലെങ്കിൽ ത്രോംബലൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ 30 മിനിറ്റ്സിനുള്ളിലെങ്കിലും മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഈസ് എ ഗോൾഡൻ ടൈം. ഓക്കെ, നമ്മളതിനെ വിൻഡോ പീരീഡ് എന്ന് പറയും. സോ ഒന്നാമത് PCI ചെയ്യുന്നതിന് നമ്മൾ ഡോർ ടു ബലൂൺ ടൈം എന്ന് പറയാം. ഡോർ ടു ബലൂൺ ടൈം നമുക്കറിയാം. ആൻജിയോപ്ലാസ്റ്റി ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയമാണ്, ദാറ്റ് ഈസ് 90 മിനിറ്റ്സ്. ഇനി അടുത്ത് ഡോർ ടു നീഡിൽ ടൈം എന്ന് പറയും. ഡോർ ടു നീഡിൽ ടൈം, അല്ലേ, മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്, ദാറ്റ് ഈസ് 30 മിനിറ്റ്സ്. ഓക്കെ, സോ ഇൻ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ടൈം ഈസ് ലൈഫ്. ഡോണ്ട് ഡിലേ ഫോർ ദ തെറാപ്പി. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പേഷ്യൻറ്റിന് പ്രീ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ആസ്പിരിൻ. ഇനി ആസ്പിരിൻ പോലുള്ള ടാബ്ലറ്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഉടനെ തന്നെ നമ്മൾ ആസ്പിരിൻ പ്രൈമറി ഡ്രഗ്സുകളായ ഓക്സിജൻ ഇമ്മീഡിയറ്റ്ലി ഇഫ് ഇറ്റ് ഈസ് നീഡഡ് യു ക്യാൻ സ്റ്റാർട്ട്. സാച്ചുറേഷൻ കുറവാണെങ്കിൽ മാത്രം. ദെൻ നൈട്രോഗ്ലിസറിൻ യു ക്യാൻ സ്റ്റാർട്ട്. ദെൻ ആസ്പിരിൻ യു ക്യാൻ സ്റ്റാർട്ട് if there is no allergies and all. Then ഇനിയും പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ പറയുകയാണെങ്കിൽ യു ക്യാൻ കൺസിഡർ മോർഫിൻ. സോ ഓണം ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് അറിയാനായിട്ട് യൂസ് ചെയ്യാം. ഓണം ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, വിത്തിൻ 10 മിനിറ്റ്സ് നമുക്കറിയാം ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിത്തിൻ 10 മിനിറ്റ്സ് യു സ്റ്റാർട്ട് ദ പ്രൈമറി ഡ്രഗ്സ്. അടുത്ത ഇൻവെസ്റ്റിഗേഷനാണ്. വിത്തിൻ മിനിറ്റ്സ് യു ഗെറ്റ് എ 12 ലീഡ് ECG. ഓക്കെ,
12 ലീഡ് ECG എടുക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ST സെഗ്മെൻറ്റ് എലിവേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ST സെഗ്മെൻറ്റ് ചേഞ്ചസ്, ST സെഗ്മെൻറ്റ് എലിവേഷൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇഫ് ഇറ്റ് ഈസ് ദെയർ ഇമ്മീഡിയറ്റ്ലി ഗോ ഫോർ PCI. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഫൈബ്രിനോലൈസിസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി വിത്തിൻ 90 മിനിറ്റ്സ്, ഫൈബ്രിനോലൈസിസ് വിത്തിൻ 30 മിനിറ്റ്സ്. ഓക്കെ, ഈ രണ്ട് ട്രീറ്റ്മെൻറ്റിൽ ഏത് പ്രിഫർ ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ PCI ഈസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം കമ്പയറിങ് ടു ഫൈബ്രിനോലൈസിസ്. കാരണം ഫൈബ്രിനോലൈസിസ് എന്ന് പറയുമ്പോൾ ത്രോംബലൈറ്റിക് ഏജൻസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് നമ്മുടെ ബോഡിയിലുള്ള ത്രോംബസിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫൈബ്രിനോറ്റിക് ഏജൻസ് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെക്ക് ലിസ്റ്റ് തന്നെയുണ്ട്. നമ്മുടെ കൊറോണറി ആർട്ടറിയിലുള്ള ഇങ്ങനെയുള്ള ബ്ലോക്ക് അതിന് ഡിസോൾവ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഇഞ്ചെക്ട് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കോൺട്രാൻഡിക്കേഷൻസ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈക്ക് ഒരു ഫൈബ്രിനോലൈറ്റിക് ചെക്ക് ലിസ്റ്റ് തന്നെയുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്, ഇനി സർജറി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫൈബ്രിനോലൈസിസ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഫൈബ്രിനോലൈസിസ് ചെയ്താൽ പോലും ഒരു 100% റിസൾട്ട് ഫൈബ്രിനോലൈസിസ് തരുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് PCI സജസ്റ്റ് ചെയ്യാം. പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ് നോക്കുകയാണെങ്കിൽ PCI കുറച്ചധികം ചിലവ് വരുന്നതാണ് കമ്പയറിങ് ടു ഫൈബ്രിനോലൈസിസ്.